ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിൽ ഇന്നിപ്പോൾ കൂടുതൽ ഒരു വലിയ ഇലാബറേറ്റ് പരിപാടിയൊന്നുമില്ല, വൈകുന്നേരം സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 4 മണി പലഹാരം, അതായത് വൈകുന്നേരത്തെ ഇപ്പോഴത്തെ മഴയിലൊക്കെ എന്തെങ്കിലും ഒരു വറുത്ത് കഴിക്കുന്ന കാര്യത്തിനോട് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു വറുവൽ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ഓക്കെ, ഒരു വീഡിയോ കൂടി എടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപരിപ്പ് ബോണ്ടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. അതുകൊണ്ട് അതനുസരിച്ചിട്ട് ചെറുപരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിരുന്നു. ഒരു കപ്പ് ചെറുപരിപ്പ് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ടാണ്, 4 hours മിനിമം. അത് കഴിഞ്ഞാൽ ഊറ്റിയെടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കും. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എല്ലാം ഉണ്ട് ഇവിടെ. ചെറുപരിപ്പ് റെഡിയാണ്. ഇനി കുറച്ച് കാര്യങ്ങളൊന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചി ഒരു 1-1.5 ടീസ്പൂൺ, 2 ടീസ്പൂൺ വരെ ആകാം. പിന്നെ സവാള ഒരു അരക്കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഉപ്പ്, പിന്നെ ഇച്ചിരി സോഡാപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മിശ്രിതം. ഓക്കെ, അപ്പോൾ ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ചെറുപരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റി വയ്ക്കാം. അങ്ങനെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സി വെച്ചിട്ട് നന്നായിട്ട് അരയ്ക്കണം. നല്ല ഫ്ലഫി ആയിട്ട്, നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ അരയ്ക്കുന്ന പോലെ, ഉഴുന്നരയ്ക്കുന്ന പോലെ നല്ല പതച്ച രീതിയിൽ അരച്ചെടുക്കാം. ഇത് അധികം വെള്ളമൊന്നും വേണ്ട, നന്നായിട്ട്, അതായത് ആവശ്യമെങ്കിൽ മാത്രം ഒരു സ്പൂൺ വെള്ളം, 1 ടേബിൾ സ്പൂണിനകത്ത് വേണ്ടി വരുള്ളൂ. നോക്കാം. ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് വളരെ കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂണിനകത്തൊക്കെ മതിയാകും. ഉഴുന്നരയ്ക്കുന്ന പോലെ തന്നെയാണ്, വെള്ളം കൂടരുത്. ഇത്ര അരഞ്ഞു, ഏതാണ്ട് പരിപ്പ് വടക്കൊക്കെ അരയ്ക്കുന്ന പോലെ, അതിനെക്കാട്ടി ഇച്ചിരി കൂടെ. ഇനി ഒരല്പം വെള്ളം. ഓക്കെ, അപ്പോൾ അതെ, ഇത്രയും കൂടി അരഞ്ഞു. ഇനി അരയ്ക്കാം. അതെ, ഇപ്പോൾ ഇങ്ങനെയായി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല പതഞ്ഞ് ഫ്ലഫി ആയിട്ട്. ഇപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എടുക്കാം. ദേ, നന്നായിട്ട് അരിഞ്ഞ് ഇങ്ങനെ ഒരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഏത് ചെറുപരിപ്പിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മേടിച്ചാൽ നല്ല ബോണ്ട ഉണ്ടാക്കാം. അരച്ച് കഴിഞ്ഞു. ഇനി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതായത് നമ്മളിങ്ങനെ നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് എടുത്തല്ലോ. ഇനി ഇതിലൊരു വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട്, ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ചെയ്താലും നല്ല. ഇത് നമ്മൾ ഉഴുന്നുവട ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഒന്നുകൂടെ ഒന്ന് വിസ്ക് ചെയ്യാം. കുറച്ചുകൂടി ഒരു ഫ്ലഫി ആക്കാനായിട്ടുള്ള പരിപാടികളാണ് ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ബീറ്റ് ചെയ്യണം. ഹാൻഡ് ബ്ലെൻഡറോ ഇതുപോലെ വിസ്കോ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ടെക്സ്ചർ കിട്ടും. ഇത് കുറച്ച് മാവേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ 1 കപ്പിലല്ലേ ചെയ്യണേ. ഉഴുന്നുവട ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്താലേ നല്ലൊരു ഫ്ലഫിനെസ് കിട്ടും. ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം ചൂടാകാനായിട്ട്. ഞാൻ ചെറിയ നമ്മുടെ ചീനിച്ചട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ അത്രയും കുറച്ച് മതിയല്ലോ, ചെറുതിലുണ്ടാക്കാം. കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. അപ്പോൾ എണ്ണ ചൂടാകട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. ഒക്കെ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചെറുപരിപ്പ് വെള്ളത്തിലിടണം, ഓർമ്മിച്ചിട്ട് ഉച്ചയ്ക്കെങ്കിലും, വൈകുന്നേരം ചെയ്യാനായിട്ട്. നല്ല കുതിരണം. അപ്പോൾ ഫ്ലഫി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം. ഇവിടെ അരിഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം റെഡി. മല്ലിയിലയുണ്ട്, കറിവേപ്പില മുറിച്ച് വെച്ചു, ഒരു അരക്കപ്പോളം സവാള, 1.5 ടീസ്പൂൺ ഇഞ്ചി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർക്കണം, പിന്നെ കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാമല്ലോ, കൂടരുത്. പിന്നെ കുറച്ച് കായപ്പൊടി, അതും ഒരു 1/4 ടീസ്പൂൺ. നമുക്കിപ്പോൾ എന്തായാലും ഇത് ആദ്യത്തെ മിക്സിങ് ചെയ്യാം. സോഡാപ്പൊടി, ഉപ്പ് ആൻഡ് കായപ്പൊടി. ഇതിലേക്ക് ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് പറഞ്ഞല്ലോ, 1 ടീസ്പൂൺ ഇടുന്നു. 1-1.5 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, എരിവിനനുസരിച്ചിട്ട് ഇഞ്ചി, പിന്നെ സവാള, കറിവേപ്പില, മല്ലിയില, എല്ലാ കാര്യങ്ങളുമായി. ഇത് ഫസ്റ്റ് മിക്സിങ്. ഇനി ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എടുക്കാം. കണ്ടല്ലോ, ഇത്രയായി കഴിഞ്ഞു. ബാറ്റർ ഇസ് റെഡി. അപ്പോൾ അതെ, ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് എൻ്റെ ഉഴുന്നുവടയുടെ മാവ് പോലെ പദം വന്നിരിക്കുന്നു. അത് സോഡാപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ലതായിട്ട് പിന്നെയും ഫ്ലഫി ആകും. അപ്പോൾ ഓൾ സെറ്റ് ടു ഗോ. നല്ല ഫ്ലഫി ബാറ്റർ ഇസ് റെഡി. ചെറുപരിപ്പ് ബോണ്ടയുടെ മേക്കിംഗ്. എണ്ണ നല്ല ചൂടായി. ഈ എണ്ണയുടെ ചൂടിന് ഒരു പ്രത്യേകതയുണ്ട്. നല്ല ചൂടാകുമ്പോൾ ഇടുക. അത് കഴിയുമ്പോഴത്തേക്കും കുറേ ഇട്ട് കഴിയുമ്പോൾ എണ്ണ ഒന്ന് കൂളാവും. അപ്പോൾ ഇച്ചിരി ഒന്ന് തീ കുറയ്ക്കുക. ചെറിയ തീ, ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് കുറച്ച് ചെറിയ തീയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ എടുക്കുന്നതിന് കുറച്ച് മുമ്പ് തീ കൂട്ടിയിട്ട് കോരിയെടുക്കുക. അപ്പം എണ്ണ കുടിക്കില്ല. ഓക്കെ, ഇട്ട് തുടങ്ങാം. ഇടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഉരുട്ടി ഇട്ടാൽ മതി. എണ്ണ നല്ല ചൂടായിട്ട് മാത്രം ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, നല്ല ചൂടാണ്. അതുകൊണ്ട് ഇടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചേർക്കണമെങ്കിലും ചേർക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാരറ്റ് ചെയ്തോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇംപ്രവൈസേഷൻസ് വേണമെങ്കിൽ. ഇതെന്തെങ്കിലും വളരെ ഹെൽത്തിയാണ്. ചെറുപരിപ്പ് എന്ന് പറയുമ്പോൾ ഉഴുന്ന്, ചെറുപരിപ്പൊക്കെ പ്രോട്ടീനാണല്ലോ. ഇറ്റ്സ് ഓൾ ഗുഡ്. പെട്ടെന്ന് തന്നെ കളർ മാറും. നോക്കിയേ, എന്താ കാര്യം എന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടാണ്. ഇത്രയും മതി ഫസ്റ്റ് റൗണ്ട്. കളർ ഇപ്പോഴേ മാറി തുടങ്ങി. ഇത് ബോണ്ടയാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു വട പോലെയൊക്കെ തന്നെ ഇരിക്കും. ഉഴുന്നോടെയൊക്കെ പോയി നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പേരിടാം. പക്ഷേ ഓട്ടയില്ലാത്ത വടയാട്ടോ. ഉഴുന്നോടയ്ക്ക് ഒരു ഓട്ടയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ബോണ്ടാന്ന് പേരിട്ട്. ചെറുപരിപ്പ് വട എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു കുഴിയും കൂടി ഉണ്ടാക്കണം. സെൻറ്റർ കുഴി. ഇപ്പോൾ അതെ, തീ ഒന്ന് കുറയ്ക്കാൻ പോകണു. ഇനി ചെറിയ തീയില്ല, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇച്ചിരി നേരം. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വേകും, പുറമേയൊക്കെ നല്ല കരിപ്പും വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഞാനിപ്പോൾ ചെറുതായിട്ടൊരു മീഡിയം ലോയിലേക്ക് കൊണ്ടുവന്നു. ആ എണ്ണയുടെ ഒരു ചൂട് എന്തായാലും ഉണ്ടാകും. പിന്നെ അതൊന്ന് ബാലൻസ്ഡായിട്ട് ഇച്ചിരി ഒന്ന് താഴണം. എന്നിട്ട് ആ ഒരു കരിപ്പ് വെളിയിൽ കുറച്ച് നല്ല മുരിയണം, ഉള്ളു വേഗം. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ലാപ്പ് എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു കളർ ഡിഫറൻസ് വന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതൊക്കെ വെന്തു എല്ലാം ആയി എന്ന് തോന്നുമ്പോൾ തീ ഒന്ന് കൂട്ടി കൊടുക്കാം പഴയതുപോലെ. അപ്പോൾ നല്ല ഫ്ലെയിമാവും. ആ ഒരു ഫ്ലെയിമിൽ കിടന്നിട്ട് ലാസ്റ്റ് ലാപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒന്ന് മുരിയണം. എന്നിട്ട് പെട്ടെന്ന് എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ സാധാരണ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചെറിയ തീയിലിട്ട് വേവിച്ചിട്ട് കോരി എടുക്കുമ്പോൾ എണ്ണ കുടിക്കും. എണ്ണ കുടിക്കാതിരിക്കണമെങ്കിൽ നല്ല ഫ്ലെയിമിൽ നിന്ന് തന്നെ എടുത്തു. നല്ല ചൂടുള്ള എണ്ണയിൽ നിന്ന് കോരുമ്പോൾ എണ്ണ കുടിക്കില്ല. എണ്ണയുടെ ചൂട് കുറച്ച് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. നല്ല മുരിഞ്ഞ് കഴിഞ്ഞ് ഇനി ഞാൻ തീ കൂട്ടിയിട്ടുണ്ട്. ഇനി നല്ല ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടന്ന് ഒന്നുകൂടി മുരിയുമ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എണ്ണ കുടിച്ചതുപോലെ ആയിരിക്കും. പക്ഷെ ഒന്നുകൂടി ചൂടാകണം, നന്നായിട്ട് തിളയ്ക്കട്ടെ. നല്ലതായിട്ട് മുരിഞ്ഞോട്ടിരിക്കുന്നു കേട്ടോ. എടുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചേച്ചിട്ട് ചമ്മന്തി അരയ്ക്കാം. നല്ല കോമ്പോ വേണം. തേങ്ങ, കൊച്ചുള്ളി, പച്ചമുളക്, ഉപ്പ്. പുളി അങ്ങനെ സാധാരണ ചേർക്കുന്നതല്ല, വേണമെങ്കിൽ ചേർക്കാം, അത്രേ ഉള്ളൂ. കറിവേപ്പിലയും കൂടി ആകാം. അങ്ങനെ ഫൈനായിട്ട് അരയണമെന്നില്ല, ഒരു തരിതരിപ്പായിട്ട്. ഈ ഒരു പാകം, ഈ പാകത്തിലാണ് എടുക്കുന്നത്. തരിതരിപ്പായിട്ട് ഒരു അവിയലിൻ്റെ പാകം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റി. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. നോക്കിക്കോളൂ. നല്ല കരിപ്പായിട്ട് മാറിക്കഴിഞ്ഞു. പുറമേ ക്രിസ്പി, ശബ്ദം കേൾക്കുമ്പോൾ അറിയാലോ, അകത്ത് സോഫ്റ്റ് ആയിരിക്കും. യെസ്, ഇനി ബാക്കിയിരിക്കുന്നതും കൂടി വറുത്തെടുക്കാം. ബോണ്ടയുടെ വലിപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം, എത്ര സൈസ് വേണം. ഇച്ചിരി വലിപ്പത്തിൽ തന്നെ ഞാൻ ഇട്ടിരിക്കുവാണേ. അത് ലാസ്റ്റ് മാത്രം കുറച്ച് ചെറുതായിരിക്കും. ബാക്കി ലാസ്റ്റ് പാനത്തെ ഭാഗം ഏറ്റവും ചെറുത് കുട്ടി. അപ്പോൾ ഈ അളവിൽ നിന്ന് ഏതാണ്ട് ഒരു 14-15, ഈ സൈസാണെങ്കിൽ 14, കുറച്ചുകൂടി ചെറുതാക്കിയാൽ 20 വരെ ഉണ്ടാക്കാം. ബോണ്ടസ് ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ നല്ലതായിട്ട് അങ്ങോട്ട് മുരി കളർ മാറും. ആ സമയം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇടാൻ പറ്റും, ആകുന്നതിനനുസരിച്ചിട്ട്.
ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. ചമ്മന്തി കൂടുതലാണ് കേട്ടോ, ഞാൻ ഇച്ചിരി കൂടുതൽ അരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നിറച്ച് ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇതിൽ 14 എണ്ണം ഉണ്ടല്ലോ. കഴിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ചമ്മന്തി എല്ലാം കൂട്ടി കഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ വട ഉണ്ടാക്കി തീർന്നു ഓൾമോസ്റ്റ്. ഇനി എടുത്താൽ മതി എന്നെ ഇന്ന്. ഞാനിവിടെ ഷൂട്ടിലാണെന്ന് മനസ്സിലായത് നാളെത്തി. കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന വരവാണ് കേട്ടോ. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാം പറയാൻ തന്നെ വീഡിയോ നോക്ക്. ഹലോ ഒക്കെ എങ്ങനെ പറയും? ഹലോ ഹായ്ടാ ചാക്കരെ. എല്ലാവരും നോക്കി ഹലോ പറയും. ഒരു ഉമ്മ കൂടി കൊടുക്കും. എല്ലാവർക്കും ഉമ്മ. ഫ്ലൈസ്. ഇനി അമ്മമ്മ മോനിത് വേണം അല്ലേ? മോളെ ടേസ്റ്റ് ചെയ്യാനാണ് അമ്മമ്മയോട് പോകുന്നത്. ഓക്കെ, മോള് ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്യും. ഇങ്ങനെ മണമുണ്ടോ? അമ്മ അതെ മോളെ. നല്ല മണം, നല്ല മണം. നമുക്ക് എണ്ണയിൽ മാറ്റാം. ഓ അത് കാണിക്കാം കേട്ടോ. നോക്കുമോനെ, അമ്മ എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് മാറ്റട്ടെ. എണ്ണയിൽ മാറ്റും. എൻ്റെ കൂടെ കുക്കിംഗ് പഠിക്കുവാണ് നേരത്തെ. യെസ്, അമ്മ എന്ത് ചെയ്യണോ കുക്കിംഗ്. പൊടുവിന് ഇഷ്ടാവോ? ആ ഓക്കെ. നമുക്ക് ഇഷ്ടമാണല്ലേ. ചെറുത് പൊടുവിന്. ഓക്കെ, അമ്മമ്മയ്ക്ക് ചമ്മന്തി മോൾക്ക്. ഓയോ കരുകരുപ്പ്. അതെ, ക്രിസ്പി 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 ക്രിസ്പി. വാവ്. നൈസ്. പൊടുവാണ് ടേസ്റ്റിങ് ഇന്നത്തെ. ഇപ്പോൾ അമ്മ ചമ്മന്തിയും കൂടി വെച്ച് ചെയ്ത് തരുവാ. കുറച്ച് ചമ്മന്തി എടുത്തിട്ട് കഴിക്കണം. കൂടുതലാണ് 4 മണി പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും. അടിപൊളിയാണ്. ഈസി ടു മേക്ക് ആൻഡ് യമ്മി യമ്മി. ഓക്കെ, അപ്പോൾ സന്തോഷം. 14 എണ്ണം ഉണ്ട് കേട്ടോ. മോള് കഴിച്ചിട്ടില്ല, പതുക്കെ പതുക്കെ കഴിക്കും. കഴിച്ചാൽ കേട്ടോ. സോഫ്റ്റ് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ കഴിക്കില്ല. ഹായ് ഹായ്. കുടുംബോളിസ് എൻജോയ് ചെയ്യുന്ന ചെറുപരിപ്പ് പോണ്ട. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് and keep on watching Rashmi Vlogs. Love from Kudumolan. Love you all. അയ്യോ കഴിക്കുന്നുണ്ട് കഷ്ടം.